കർക്കിടകം രാശിക്ക് ശനിയുടേതായ വക്രഗതി മാറ്റം ഗുണം ആകുമോ ദോഷമാകുമോ എന്ന് നമുക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും അതൊരു ഗുണകരമായ ഒരു മാറ്റം തന്നെയായിരിക്കും. കാരണം കർക്കിടകം രാശിക്കുള്ളിൽ തന്നെയാണ് പൂർവാധികം ബലത്തോടു കൂടി വ്യാഴം നിലകൊള്ളുന്നത്. അപ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടി പതിക്കുന്ന മകരം രാശി കർക്കിടകം രാശിക്കാർക്ക് ഏഴാം ഭാവമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഏഴാം ഭാവത്തിൻ്റെയും എട്ടാം ഭാവത്തിൻ്റെയും ആധിപത്യം ശനി ഭഗവാൻ തന്നെയാണ്. അദ്ദേഹം ഇരിക്കുന്നതാണെങ്കിലും മീനം രാശിക്കുള്ളിലും തീർച്ചയായിട്ടും ഗുണകരമായൊരു മാറ്റം നിങ്ങൾക്ക് വന്നെത്തും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. എല്ലാ വിധത്തിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടി ആ ഒരു ഭാവമായ ഏഴാം ഭാവത്തിലേക്ക് പതിയുന്ന ശനിയുടെ സ്വന്തം വീടായ മകരം രാശിക്കുള്ളിലേക്ക് പതിയുന്നത് കൊണ്ട് ഗുണം മാത്രമല്ലാതെ മറ്റൊരു കാര്യങ്ങളും നിങ്ങൾക്ക് വരാൻ ഇല്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. മീനം രാശി വ്യാഴത്തിൻ്റെ സ്വന്തം വീട് ആയതുകൊണ്ട് തന്നെ അവിടെ ഒൻപതാം ഭാവാധിപതിയായി ഭാഗ്യസ്ഥാനത്തെ ദൃഷ്ടിയാണ് അവിടെ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മയായിരിക്കും ഉണ്ടാവുക. കാരണം എന്ന് വെച്ചാൽ ഈ അഷ്ടമഭാവം എന്ന് പറയുന്ന ശനിയുടെ വീട്, ആ ഒരു ഇടം തന്നെ നിങ്ങൾക്ക് ശത്രുഭാവത്തെയാണ് കുറിക്കുന്നത്. അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ ഒക്കെ അതിനെ കുറിക്കുന്നുണ്ട്. അതുപോലെ ഈ എട്ടാം ഭാവത്തിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. അപ്രതീക്ഷിതമായ ധനനേട്ടം ഒക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യം കൂടി അവിടെ എട്ടാം ഭാവം സൃഷ്ടിക്കുന്നതാണ്. അപ്പോൾ ശനി വക്രഗതിയിലേക്ക് ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് പൊടുന്നനെ തന്നെ ചില ഭാഗ്യം വന്നു ചേരുന്ന സാധ്യതകൾ 100% തൊഴിൽപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ശത്രുക്കളാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ 100% അതൊക്കെ മാറി അനുകൂലമായി വരുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതുപോലെ വിവാഹം സംബന്ധിച്ച കാര്യങ്ങൾ, കുടുംബപരമായ രീതിക്ക് പ്രശ്നങ്ങളൊക്കെ നേരിട്ട് മുന്നിലേക്ക് പോയിക്കൊണ്ടിരുന്ന കർക്കിടകം രാശിക്കാർക്ക് വളരെയധികം ഗുണം തന്നെയായിരിക്കും. കുടുംബപരമായ കാര്യത്തിലും ഒക്കെ വന്നെത്തുക. തർക്കങ്ങൾ, വഴക്കുകൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ തന്നെ മാറി ഒരു ഐക്യതയൊക്കെ വന്നെത്തുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. ഇവിടെ നിങ്ങളുടേതായ ഇടത്തു നിന്നും സമ്പത്തൊക്കെ വാങ്ങിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത സഹായങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പിന്നീട് വിനയായി മാറിയിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ 100% അതൊക്കെ മാറി വരുന്ന ഒരു സമയം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. കിട്ടാനുള്ള പണം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ ശത്രുവായി കണ്ട് നിങ്ങളെ പകച്ചിട്ടൊക്കെ പോയ വ്യക്തികളൊക്കെ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ക്ഷമ പറയുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. സോറി, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് നിങ്ങളോട് ക്ഷമ പറഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റത്തെ ആയിരിക്കും ഉണ്ടാക്കുക. കാരണം വിജയം മാത്രമായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും പ്രദാനം ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നതെന്നാണ്. ശത്രുത എവിടെ ഉണ്ടായിരുന്നോ അത് അനുകൂലമായ രീതിയിൽ മിത്രങ്ങളായിട്ട് തന്നെ നിങ്ങൾക്ക് പഴയപടി മിത്രത്വത്തിൻ്റെതായ ഒരു ഭാവത്തിലേക്ക് മാറും. 100%. അതിനായിട്ട് കാത്തിരിക്കുക. അതിനായിട്ടുള്ള വഴികളും നിങ്ങളെ തേടിയെത്തും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അപ്രതീക്ഷിതമായ ഒരു സൗഭാഗ്യം നിങ്ങളെ തേടി എത്തും. അഷ്ടമ ശനിയുടേതായ ആ ഒരു താക്കത്തിൽ നിന്നും നിങ്ങൾ ഇതുവരെ മോചിതനായിട്ടില്ല, അല്ലെങ്കിൽ മോചിതയായിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെ തന്നെയായിരിക്കും നിലവിലിപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുക. പക്ഷേ ഈ പറയുന്ന കാലഘട്ടങ്ങൾ 4.5 മാസം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. 26-ാം തീയതിക്ക് ശേഷം ഈ സമയം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിലായിട്ട് നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾ ഇറങ്ങുന്ന വഴികളിൽ തടസ്സങ്ങൾ മാറി വളരെ വേഗത്തിൽ ആ ഒരു കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യും ശനി. കാരണം ഞാനാണല്ലോ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന ഒരു ചിന്താഗതി, അതാണ് വക്രം എന്ന് പറയുന്നത്. അപ്പോൾ ശനി നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, ഞാൻ കുറച്ച് ദിവസം മാറി പിന്നിലേക്ക് മാറിക്കോളാം, നിങ്ങൾ നിങ്ങളുടേതായ വേഗത്തിൽ സഞ്ചരിച്ച് മുന്നിലേക്ക് വരാൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്തു കൊള്ളുക എന്നാണ്. പക്ഷെ കർമ്മ എന്നുള്ളത് നമ്മൾ തന്നെയാണ്. കർമ്മ അനുഭവിക്കേണ്ടതും നമ്മൾ തന്നെയാണ്. കർമ്മ ഉണ്ടാക്കിയെടുക്കുന്നതും നമ്മൾ തന്നെയാണ്. പൂർവ്വത്തിൽ നിന്നുള്ള കാര്യത്തെ പൂർവികത്തിലേക്ക് കണ്ടാൽ മതി. ഇപ്പോൾ പ്രാക്ടിക്കലായ രീതിയിൽ നമുക്ക് വേണ്ട കാര്യത്തിനുള്ള മുന്നേറ്റം വളരെ വേഗത്തിൽ തന്നെ ചെയ്യണമെന്ന് ശനി പറയുന്നുണ്ട്. അത് നേരത്തെ തടസ്സപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ വീണ്ടും ആക്ടിവേഷൻ ചെയ്യാനായിട്ട് ശനി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നിങ്ങളുടേതായ സമ്പത്തുപരമായ രീതിയിൽ, അതായത് സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ തിരിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. അതിനുള്ള സമ്പത്തും വഴികളും നിങ്ങളെ തേടി വരും. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ നിങ്ങൾക്ക് അനുകൂലമായി വന്നിരുന്ന് സന്ധി സംഭാഷണങ്ങളൊക്കെ നടത്തി അനുകൂലമാക്കി തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും കലാപരമായ രീതികളിലൊക്കെ സഞ്ചരിച്ചിരിക്കുന്ന ധാരാളം പേർ കർക്കിടകം രാശിയിലൊക്കെ ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ മുന്നേറ്റങ്ങളുടെ പാത തന്നെയാണ്. സിനിമാ ഫീൽഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കയറുന്ന അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ലഭിക്കുന്നില്ല എന്നൊക്കെ മനസ്സ് വിഷമിച്ചിരിക്കുന്നവർക്കൊക്കെയും ഈ ശനിയുടെ വക്രദശാകാലം വളരെയധികം ഗുണം ചെയ്യും. നിങ്ങൾ
എടുക്കുന്ന എഫർട്ടിന് നിങ്ങൾ 100% ആയിട്ട് നിങ്ങൾക്ക് അനുകൂല ഭാവം ഉണ്ടായിരിക്കും. നിങ്ങൾ ശത്രുവെന്ന് കരുതിയ വ്യക്തി തന്നെയായിരിക്കും നിങ്ങൾക്ക് മിത്രമായിട്ടും വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സമ്പത്തിൻ്റെതായ കാര്യം മാത്രമല്ല, നിങ്ങളുടേതായ അഭിമാനം പോലും ചോർന്നുപോയ ചില സാഹചര്യങ്ങളുണ്ടാകും. അതൊക്കെ ഈ ഒരു വേളയിൽ തിരിച്ച് കിട്ടും എന്നുള്ളതാണ് സത്യം. ശനി നീതികാരകനാണ്. 100% വ്യാഴം നിങ്ങൾക്ക് രാശിക്കുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് വ്യാഴം നിങ്ങൾക്ക് ശരിയായ വഴി കാട്ടിത്തരുകയും ചെയ്യും. വീണ്ടും ഇനിയൊരു അഷ്ടമ ശനിക്കാലത്തെ നേരിടണമോ എന്ന ഒരു ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട. വളരെയധികം മുന്നേറ്റങ്ങളുണ്ട്. ശരിയായ രീതിക്ക് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പ്രവൃത്തി വിജയത്തിലേക്ക് വരും. തൊഴിൽപരമായ രീതിയിൽ എന്തായാലും മുന്നേറ്റമുണ്ട്. ഇത് ശനിയുടേതായ വക്രഗതിയെ കുറിച്ച് മാത്രവും അതുപോലെ തന്നെ വ്യാഴം സ്വന്തം രാശിക്കുള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം തന്നത്. എന്നാൽ പൊതുവായിട്ട് ഈ നമ്മുടേതായ ഈ രാജ്യത്ത് നടക്കുന്ന ചില പ്രശ്നങ്ങൾ, യുദ്ധപരമായ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരല്പം ബുദ്ധിമുട്ട് നൽകും. ഇത് രാശിക്ക് മാത്രമല്ല, എല്ലാ ഇതിലുള്ള വ്യക്തികൾക്കും അതിൻ്റെതായ ഒരു പ്രശ്നം നേരിടേണ്ടി വരുന്ന ഒരു കാലം തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നേറ്റമുണ്ട്. ഒരല്പം കാലതാമസം എടുക്കും. വേഗം കൂട്ടുക. അതായത് വിദേശത്തുള്ള വ്യക്തികളൊക്കെ ആണെങ്കിൽ തൊഴിൽ വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക. കാരണം പലരും പറയുന്നുണ്ട്, കാരണം വിദേശത്തുനിന്ന് ജോലി ഉപേക്ഷിച്ച് പോകാൻ പറയുന്നുണ്ട്, ലീവ് എടുത്ത് പോകാനൊക്കെ പറയുന്നുണ്ട്. US-ലും കാനഡയിലും അതുപോലെ തന്നെ മറ്റുള്ള ഇടങ്ങളിലൊക്കെ പലർക്കും ലീവ് എടുത്തിരിക്കേണ്ട 8 വർഷം കൊണ്ടൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ലീവ് എടുത്തിരിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അവർ മറ്റുള്ള ജോലികൾ തേടുന്നു എന്നുള്ളതാണ് സത്യം. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ നിങ്ങളത് തേടണം. കാരണം 40% ആൾക്കാരുടേതായ ഒരു തൊഴിലൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ. അടുത്ത 1.5 വർഷക്കാലവും ഇങ്ങനെ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും കിട്ടുന്ന ജോലികൾ ചെയ്ത് അതിലേക്ക് മുന്നിലേക്ക് വരാനായിട്ട് പരിശ്രമിക്കണം. രാശിവശാൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പോരാത്തതിന് ഒരു ഡിസീസൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു കാലമാണ് ഡൽഹി, അതുപോലെ കേരളം എന്നൊക്കെ ഒരു ഡിസീസൊക്കെ വൈറസൊക്കെ പടർന്നു പിടിച്ച് നമുക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. വിദേശ രാജ്യത്തുള്ള അതായത് ഖത്തർ, സൗദി, ദുബായ് എന്നീയിടങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിലുള്ള പ്രഷറും പ്രശ്നങ്ങളും ഒക്കെ വന്നെത്തുന്ന സമയമാണ്. തൊഴിൽപരമായ രീതിയിലും സമ്പത്തുപരമായ രീതിയിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയമാണ്. ആഗോള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണഗതിയിലുള്ള ഇടങ്ങളെയും ധാരാളം ബാധിക്കുമെന്നുള്ളതാണ്. എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ഒന്നും നടക്കാതെ വരുന്ന വേളയിൽ അത് സാധാരണക്കാരനെയും അത് ബാധിക്കുമെന്നുള്ളതാണ്. പോരാതെ തന്നെ ഇപ്പോൾ നോട്ട് നിരോധനമൊക്കെ വരുന്നു. പുതിയ പ്ലാസ്റ്റിക് നോട്ടൊക്കെ വരുന്നുണ്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അത് വേറെയായിട്ടും വരുന്നുണ്ട്. അപ്പോൾ രാശി വശാലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല നമുക്ക് അനുഭവിക്കുന്ന ആഗോള രീതിയിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു രീതിയാണ് വരുന്നത്. അപ്പോൾ അടിച്ചേൽപ്പിക്കപ്പെടുന്ന രീതി എന്ന് വെച്ചാൽ ആ പ്രശ്നങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് നമ്മുടെ നന്മ വന്നെത്തുന്നു എന്ന സമയത്തായിരിക്കും. അത് വിഷമതകളിലേക്ക് വരുന്നത് 2027 ജൂൺ വരെ എന്തായാലും ഇങ്ങനെ ആയിരിക്കും. ഏതൊരു ഗ്രഹങ്ങൾ മാറിയാലും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിലൂടെ മാത്രമേ സഞ്ചരിക്കാനും കഴിയുള്ളൂ. ഞാൻ ഉൾപ്പെടെ ഉള്ള വ്യക്തികൾക്ക് അങ്ങനെ മാത്രമേ സഞ്ചരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അത് നമ്മുടെ ആരുടെയും തെറ്റും കുറ്റമല്ല, രാശികളുടേതായ കുറ്റമല്ല, ഗ്രഹങ്ങളുടെ കുറ്റമല്ല. അതുകൊണ്ട് കാര്യങ്ങൾ പ്രാക്ടിക്കലായ രീതിക്ക് തർക്കങ്ങൾ, വഴക്കുകൾ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകാനായിട്ട് ശനി ഒരു 4.5 മാസക്കാലം പിൻവാങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് കൈകെട്ടി വായ്പൊത്തി നിൽക്കുന്ന, കണ്ണുകെട്ടി മാത്രം നിന്ന ഗ്രഹം കൈകെട്ടി വായ്പൊത്തി ഞാനിനി ഒന്നും മിണ്ടുന്നില്ല, പറയുന്നില്ല, ഞാനൊന്നും കേൾക്കുന്നുമില്ല എന്ന രീതിക്ക് ശനി നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു സമയത്തെ ധൈര്യപൂർവ്വം മുന്നിലേക്ക് ഇറങ്ങുക. കിട്ടുന്ന അവസരങ്ങൾ 100 രൂപയ്ക്കുള്ള അവസരമാണെങ്കിലും അതിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇത്രയേ കിട്ടിയാലേ എനിക്കത് പറ്റത്തുള്ളൂ, അങ്ങനെ ചിന്തിക്കരുത്. കാരണം ഇന്നത്തെ 100 രൂപ നാളത്തെ കോടികളായി മാറുമെന്നുള്ളതാണ് സത്യം. എഴുതി വെച്ചു. 2027 കഴിയുമ്പോൾ ഇന്ന് ചെറിയ രീതിയിലിരിക്കുന്ന വ്യക്തികളൊക്കെ നല്ല രീതിക്ക് ഉയർച്ചകളിലേക്ക് വരും. ഇത് ഗ്രഹങ്ങളുടെ ചിന്താഗതികൾ മാത്രമല്ല, പൊതുവായിട്ടുള്ള ഒരു ചിന്തകളും കൂടി കാൽക്കുലേഷൻ ചെയ്തിട്ടാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും സംഭവിക്കാനിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും അനുകൂലമാക്കി കൊണ്ടുവരാൻ നിങ്ങൾ തന്നെയാണ് പരിശ്രമിക്കേണ്ടത്. ഇതൊക്കെ ഒരു അവയർനെസ് മാത്രമാണ്. ജന്മജാതകത്തിൽ ലഗ്നാൽ ഇരിക്കുന്ന കാര്യത്തെ മാത്രമായിരിക്കും നമുക്ക് അനുകൂലമായിട്ട് വരിക. അതുപോലെ ജന്മജാതകം എന്ന് പറയുമ്പോൾ നമ്മുടെ വയസ്സ് കണക്കാക്കിയുള്ള ജാതകത്തെ ആയിരിക്കണം എപ്പോഴും നമ്മൾ കണക്കിലെടുക്കേണ്ടത്. 10 വയസ്സുകാരൻ്റെ ജാതകമായിരിക്കില്ല 30 വയസ്സുകാരന് അത് പ്രാക്ടിക്കലായ രീതിക്ക് വരിക. ആ ഒരു കണക്കിലേക്ക് എടുക്കരുത്. വയസ്സ് എവിടെ നിൽക്കുന്നു അതിനനുസരിച്ച് ജാതകത്തെ കണ്ടെത്തി അതിൻ്റേതായ പരിഹാരങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഫലം സിദ്ധിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ജാതക പരിശോധനകൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. പേയ്മെൻറ്റ് വാങ്ങി മാത്രമായിരിക്കും പരിശോധിക്കുക.
കാരണം ഇതെല്ലാം ഒരു ജീവന ഉപാധികൾ മാത്രം തന്നെയാണ്. അതുകൊണ്ട് ചിന്തകൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു കാര്യം ലഭിക്കണമെങ്കിൽ അരികിലുള്ള ആസ്ട്രോളജർ നിങ്ങൾക്ക് തൊട്ടരികിൽ ഏതാണ്ട് ഒരു 10 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ മാറി ഒരു ആസ്ട്രോളജർ ഓരോയിടങ്ങളിലും ഉണ്ടായിരിക്കും. കാണുക, പരിഹാരം തേടുക, അനുഭവങ്ങളിലൂടെ മുന്നിലേക്ക് ജീവിച്ച് തുടങ്ങുക.